ഷോപ്പിഫൈയിൽ നിങ്ങളൊരു സ്റ്റോർ സെറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ പ്രോസും അതിൻ്റെ കോൺസും എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ പ്രോസ് എന്തൊക്കെയാണെന്നുള്ളത് വെച്ച് തുടങ്ങാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഇത് ഈസി ടു യൂസ് ആണ്. യാതൊരു വിധത്തിലുള്ള കോഡിംഗ് സ്കില്ലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് തീർച്ചയായിട്ടും ഷോപ്പിഫൈൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫാസ്റ്റ് സെറ്റപ്പാണ്. അതായത് വളരെ ക്വിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രീ ബിൽഡ് ആയിട്ടുള്ള തീംസും പ്ലഗിൻസും എല്ലാം വെച്ചുകൊണ്ട് ഒരു സ്റ്റോർ ഉടനെ ലോഞ്ച് ചെയ്യാനായിട്ട് ഷോപ്പിഫൈ സ്റ്റോർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സാധാരണ ഒരു വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം സമയം ആവശ്യമുണ്ടാവും. അപ്പോൾ അതല്ലാതെ നമുക്ക് ഷോപ്പിഫൈ സ്റ്റോറിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സെല്ലിംഗ് ആരംഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സെക്യൂറും റിലയബിളും ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് ഷോപ്പിഫൈ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് SSL സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സെക്യൂർ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആണ്. അതായത് കസ്റ്റമർ പേ ചെയ്യുന്ന സമയത്ത് അവരുടെ ബാങ്കിങ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സെക്യൂർ ആണ്. പിന്നെ അത് മാത്രമല്ല അപ് ടൈം റിലയബിലിറ്റിയും ഉണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ് ടൈം റിലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ നമ്മൾ ഷോപ്പിഫൈയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി അവൈലബിൾ ആണ്. യൂസേഴ്സിന് യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രപ്ഷൻസോ ഇൻട്രപ്ഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ടും അത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അവർക്ക് വെബ്സൈറ്റ് കാണാം, പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ബ്രൗസ് ചെയ്യാം, അത് പർച്ചേസ് ചെയ്യാം. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡൗൺ ടൈം ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഓണേഴ്സിൻ്റെ അടുത്തൊരു ട്രസ്റ്റും അതുപോലെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് ഷോപ്പിഫൈയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് അവരുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, UPI ഉപയോഗിക്കാം, വാളറ്റ് ഉപയോഗിക്കാം, ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി ഉപയോഗിക്കാം, പേപാൽ ഉപയോഗിക്കാം, സ്ട്രൈപ്പ് ഉപയോഗിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ യൂസേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും അവരുടെ ഷോപ്പിംഗ് പർച്ചേസ്, അതായത് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട്. അഞ്ചാമത്തെ കാര്യം, ഇത് മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതായത് റെസ്പോൺസീവ് ആയിട്ടുള്ള തീംസാണ് ഷോപ്പിഫൈയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഫോണിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ടാബ്ലറ്റിലാണോ അവർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനെല്ലാത്തിലും നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയാണോ റെസ്പോൺസീവായിട്ട് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ കാണും. നമുക്ക് അതിനായിട്ടൊരു സ്പെഷ്യൽ എഫേർട്ടൊന്നും ഇടേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ആറാമത്തെ കാര്യം സ്കെയിലബിലിറ്റിയാണ്. അതായത് ചെറിയ ബിസിനസ്സുകൾക്കും ലാർജ് എൻ്റർപ്രൈസസിനെല്ലാം ഇത് സ്യൂട്ടബിൾ ആണ്. കാരണം ഇതിന് ഹൈ ട്രാഫിക്, അതായത് അറ്റ് എ ടൈം തന്നെ ഒരുപാട് യൂസേഴ്സ് ആക്സസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആണ്. ഷോപ്പിഫൈ സ്റ്റോറിൽ ഇതുകൂടാതെ തന്നെ തൗസൻഡ്സ് ഓഫ് ആപ്സ് ഉണ്ട്. മാർക്കറ്റിങ്ങിന്, SEOക്ക്, അനലിറ്റിക്സിന്, ഓട്ടോമേഷന്, അങ്ങനെ ഓരോ ഫംഗ്ഷനും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതും ഇതിൻ്റെ ഒരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ഫീച്ചേഴ്സാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഡിസ്കൗണ്ട് കോഡ്സ്, യൂസേഴ്സിന് ഒരു ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഡിസ്കൗണ്ടിൽ നമ്മുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ, ഒരു ഫീച്ചർ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആൻഡ് ഗൂഗിൾ ആഡ് ഇൻ്റഗ്രേഷൻസ്, ഇതിനെല്ലാം നമുക്ക് ഓൾറെഡി ഓപ്ഷൻസ് ഷോപ്പിഫൈ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് വേറെ ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതും ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് SEO ഫ്രണ്ട്ലി ആണ് ഷോപ്പിഫൈ സ്റ്റോർ. അതുകൊണ്ട് തന്നെ നമുക്ക് സെർച്ച് എഞ്ചിൻ റാങ്കിങ്സിൽ ഗൂഗിളിലൊക്കെ റാങ്ക് ചെയ്ത് നിങ്ങളുടെ പേജിന് ഓർഗാനിക് ആയിട്ടുള്ളൊരു ട്രാഫിക് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ഷോപ്പിഫൈ സ്റ്റോഴ്സ് ഹെൽപ്പ് ചെയ്യും. അവസാനമായിട്ട് നമ്മൾ പറയുന്ന പ്രോസിൽ വരുന്നതാണ് 24/7 കസ്റ്റമർ സപ്പോർട്ട്. ഷോപ്പിഫൈ സ്റ്റോർ നിങ്ങൾ സെറ്റപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ചാറ്റിലൂടെയോ ഇമെയിലിലൂടെയോ ഫോണിലൂടെയോ സപ്പോർട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ പ്രോസ് കണ്ടു. ഇനി ഇതിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് റിക്കറിങ് ആയിട്ടുള്ള മന്ത്ലി കോസ്റ്റിനെ കുറിച്ചാണ്.
വർഷത്തിൽ അടക്കുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് കൂടാതെ തന്നെ റിക്കറിംഗ് ആയിട്ട്, അതായത് ഓരോ മാസവും ബില്ല് വരുന്ന രീതിയിൽ ക്രെഡിറ്റ് കാർഡിൽ ബില്ല് ജനറേറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സ്മോൾ ബിസിനസ്സുകൾക്കൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് മാസം മാസം അടക്കുന്ന രീതിയിലായിരിക്കും അവർ ഓപ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ റിക്കറിംഗ് ആയിട്ടുള്ള മന്ത്ലി ബിൽസ് ഒരു 2000 റുപ്പീസൊക്കെയാണ് വരാറ് പെർ മന്ത് നമ്മുടെ ഷോപ്പിഫൈൻ്റെ സ്റ്റോറിൻ്റെ ചാർജായിട്ട് വരാറ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ എന്തൊക്കെ ട്രാൻസാക്ഷൻസ്, അതായത് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തതിൻ്റെ മുകളിലൊക്കെയുള്ള ട്രാൻസാക്ഷൻ ഫീസ് കൂടെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഷോപ്പിഫൈ പേയ്മെൻറ്റ്സ് അല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഷോപ്പിഫൈക്ക് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഷോപ്പിഫൈ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം അതല്ലാത്ത ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്തും ഒരു ഫീസ്, നിശ്ചിത ഒരു തുക ഷോപ്പിഫൈ നമ്മുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു കോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ലിമിറ്റഡ് ഫ്രീ തീംസ് ആണ്. അതായത് ഒരുപാട് തീംസ് അവൈലബിൾ ആണ് ഷോപ്പിഫൈ സ്റ്റോറിന്, പക്ഷേ ചിലത് മാത്രമേ ഫ്രീ ആയിട്ട് അവൈലബിൾ ഉള്ളൂ. ചിലതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്രീമിയം തീംസ് ആണ്. അപ്പോൾ അത് അഡീഷണലി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതും അഡീഷണലി നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ കാര്യം ട്രാൻസാക്ഷൻ ഫീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിഫൈ എക്സ്ട്രാ ഒരു 0.5% to 2% ഒക്കെ ഫീസ് ചാർജ് ചെയ്യും നിങ്ങൾ ഷോപ്പിഫൈ പേയ്മെൻറ്റ്സ് അല്ല ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ. നാലാമത്തെ കാര്യം കസ്റ്റമൈസേഷൻ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ഫുൾ കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈൻ്റെ ലിക്വിഡ് കോഡിംഗ് ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അപ്പോൾ അത് മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു കോണാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്പ് കോസ്റ്റിൻ്റെ ആഡപ്പാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറേ ആപ്സ് നമുക്ക് അവൈലബിൾ ആണ്, മെനി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അവൈലബിൾ ആവാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ അഡീഷണലി ആപ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓവറോൾ എക്സ്പെൻസ് കൂടും. അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഫ്രീ ആയിട്ടല്ല നമുക്കിത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റും നമ്മുടെ ഓപ്പറേഷണൽ എക്സ്പെൻസസിൽ ആഡ് ആവുന്ന ഒരു കാര്യമാണ്. ആറാമതായിട്ടുള്ളത് SEO ലിമിറ്റേഷൻസ് ആണ്. URL സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫുള്ളി കസ്റ്റമൈസബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് SEOനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഏഴാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഡിജിറ്റൽ പ്രൊഡക്ട്സിന് അത്ര സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ഫിസിക്കൽ പ്രൊഡക്ട്സ്, അതായത് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന, തൊടാനും ഫീൽ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് വിൽക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള കോഴ്സസോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്ന സമയത്ത് നമുക്കിത് സ്റ്റോർ അത്ര പ്രാക്ടിക്കലി അത്ര ഫീച്ചേഴ്സ് കൊടുക്കുന്നില്ല. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എട്ടാമത്തെ കാര്യം കണ്ടൻറ് മാനേജ്മെൻറ്റ് ലിമിറ്റേഷൻസ് ആണ്. ബ്ലോഗ് ഫീച്ചേഴ്സൊക്കെ വളരെ ബേസിക് ആണ് വേർഡ് പ്രസ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവും. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടു മൈഗ്രേറ്റ് ആണ്. അതായത് ഷോപ്പിഫൈയിൽ നിന്ന് നിങ്ങൾക്ക് ഇനി നാളെ ഭാവിയിൽ മൂവ് അവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ, മാറി വേറൊരു പ്ലാറ്റ്ഫോം നോക്കണം എന്നുണ്ടെങ്കിൽ, ഇതുവരെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു സ്റ്റോറിലുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പ്രയാസമായിരിക്കും. അത് കുറച്ച് കോംപ്ലക്സ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ടു യൂസ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള, സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കൊരു ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് WooCommerce ഒക്കെ പോലെയുള്ള ഓൾട്ടർനേറ്റീവ്സ് നോക്കാവുന്നതാണ്.